അപ്പോൾ ഞാൻ ഇന്നും ഓരോരോ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാനും ഞാഫിയുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യം വന്നത് ഞായിഫിൻ്റെ സ്കൂളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞായിഫ് ഇനി ഹൈസ്കൂളിലോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചേർക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ല വെയിലായിട്ടോ. കാലത്ത് നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ച്, പക്ഷേ ഇന്ന് വീട്ടിൽ വേറെ ചെറിയൊരു പരിപാടി ആയത് കാരണം ഇറങ്ങാൻ വൈകിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. കടയിൽ പോയി കണ്ട് സൈനൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ എത്തിയത്, ഇവിടെ വന്നത്. അപ്പോൾ നല്ല വെയിൽ, ഒടുക്കത്തെ വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം അവൻ്റെ ക്ലാസ്സിലോട്ടൊക്കെ പോയി ടി സി മേടിച്ച്, പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് അവിടെ നിന്ന് അതെല്ലാം കൊടുത്ത് ഇറങ്ങിയിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഞാനൊരു കത്തി മേടിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് 3-4 കത്തിയുണ്ട്, പക്ഷെ ഒന്നും മൂർച്ചയില്ല. ഞാൻ മൂർച്ചയാക്കി ആവില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി ഒരു കത്തിയൊക്കെ മേടിച്ച്, പിന്നെ അവിടെ നിന്ന് നമ്മൾ കടയിലോട്ട് വന്ന് അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച്, ഞാഫിക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ച്, പിന്നെ അവിടെ നിന്ന് നമ്മൾ തുണിക്കടയിലോട്ട് പോയിട്ടാണ്. പിന്നെ അവിടെ പോയി ചേട്ടനെ ഫുഡൊക്കെ കഴിക്കാൻ വിട്ട്, എന്നിട്ടൊക്കെയാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ പോയത്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് കുറച്ച് നാരങ്ങ എടുത്താണ് കേട്ടോ കാണുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു ചായക്കടയിൽ നിർത്തി. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചായക്കട. അവിടെ നിർത്തി വീണ്ടും ഞാനും ഞാഫിയും കൂടി അവിടെ നിന്നൊരു ചായ കുടിച്ച് മുട്ട ബജിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സെറ്റ് മുട്ട ബജി, നല്ല മുളക് ചമ്മന്തിയൊക്കെ ഇട്ട് അങ്ങനെ അത് കഴിച്ച് വീണ്ടും ഒരു സെറ്റ് മുട്ട ബജിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നല്ല മഴ വന്നു. അപ്പോൾ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ കയറി ഇരിക്കാനൊന്നും സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. പറ്റുന്ന പോലെയൊക്കെ നിന്ന്, പക്ഷെ ഫുൾ നനഞ്ഞു. പിന്നെ അതിനിടയിൽ ചെറിയൊരു മഴ തോർന്ന് കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും നനഞ്ഞു. ഇപ്പോൾ ബാക്കി മഴയും കൂടി കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ വീടെത്തി. മൊത്തം നനഞ്ഞ് കുളിച്ച് പണ്ടാറടങ്ങി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കുളിയൊന്നും വേണ്ട, അങ്ങനെ നനഞ്ഞു കേട്ടോ. ഇനി വീട്ടിൽ വന്ന് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ അവരൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്ന് ഒരു 2 ഉരുളക്കിഴങ്ങൊക്കെ അവർക്ക് വറുത്ത്, 2 പപ്പടവും വറുത്ത് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ ആദ്യം നിന്നു കേട്ടോ. ഡ്രസ്സൊക്കെ മാറി വന്ന് പിന്നെ അപ്പോൾ വേറെ കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വട്ടത്തിൽ മുറിച്ച് ചോറ് കൊടുക്കാനാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ചായ വയ്ക്കുമായിരുന്നു കേട്ടോ. മഴയല്ലേ, ചായ ചൂട്ടോടെ ഇങ്ങനെ കുടിക്കാൻ ഒരു രസമല്ലേ. അപ്പോൾ വീണ്ടും ചായയൊക്കെ ഇട്ട് ഇനി അതൊക്കെ കുടിച്ച്, പിന്നെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി രാത്രിക്കുള്ള പരിപാടിയൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് കടയിൽ പോയിട്ട് അധികം നേരം നിന്നില്ല, കാരണം ഇവർ ഫുഡ് ഞാൻ വന്നാലേ കഴിക്കുള്ളൂ. ഞാഫി ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞാഫിയാണ് വിളമ്പിയൊക്കെ കൊടുക്കുക. ഞാഫി എൻ്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നു കേട്ടോ. ഞായിഫിന് വയ്യാത്തതുകൊണ്ട് അവനോട് ഫുഡ് എടുക്കാനും വിളമ്പി കൊടുക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ രാവിലേക്ക് ഇടയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ ചായയൊക്കെ വെച്ച് മേശപ്പുറത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. അതൊക്കെ പിന്നെ അവരെടുത്ത് കഴിച്ചോളൂ. പിന്നെ ഇവർ ചെറുതുങ്ങളായതുകൊണ്ട് കിച്ചണിൽ കയറാനൊന്നും ഞാൻ പറയില്ല, എനിക്ക് പേടിയാണ് ഈ ഗ്യാസിൽ കളിക്കേ. അതുകൊണ്ട് ഞാൻ ഫുഡ് എടുത്ത് കഴിക്കാനൊന്നും പറയില്ല. ഞാൻ പെട്ടെന്ന് വരാമെന്ന് കൊണ്ടാണ് പോയത്. അങ്ങനെ പപ്പടം വറുക്കാമെന്ന്, എന്തായാലും വറുക്കാൻ നല്ലതെന്ന് വെച്ച് ബാക്കിയുള്ളതും കൂടെ ഞാൻ വറുത്ത ബോക്സിലിട്ട് വെക്കാൻ കേട്ടോ. അതാകുമ്പോൾ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ അവരെടുത്ത് കഴിച്ചോളും. അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞു. ഞാൻ പിള്ളേർക്ക് ചോറൊക്കെ വിളമ്പി അവർക്ക് കഴിക്കാൻ കൊടുത്തോട്ടെ. ഞാൻ കഴിക്കില്ല, അവർ കഴിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.